ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം പൊന്നൂസിനെയും കൂട്ടിയിട്ട് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വന്ന പാടെ മോനേട്ടിന് കുറിയൊക്കെ ഇട്ട് കൊടുത്തു. കാലത്ത് കഴിക്കാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കാലത്ത് ചായയൊന്നും കുടിക്കാണ്ട് തന്നെയാണ് പോയത്. അപ്പോൾ വന്നിട്ട് ഒരു കട്ടൻ ചായ വെച്ചു, അതുകൂടെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം റെഡി ആകുമ്പോഴേക്കും മോനേട്ടൻ ഇവിടെ എക്സസൈസൊക്കെ ചെയ്തു. അതിനിടയിൽ പൊന്നൂസ് വന്ന് എത്തി നോക്കാൻ വന്നതാണ്, എന്താ ചെയ്യണമെന്ന് നോക്കാൻ വന്നതാണ്. അപ്പോൾ കടലക്കറി കാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോയത്. പുട്ട് ചൂട്ടോടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അത് ചെയ്തില്ല. അപ്പോൾ ഇത് ഉച്ചയൂണിനുള്ള കറികൾ ഉണ്ടാക്കാനാണ് പൊന്നൂസ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അച്ഛൻ വന്നത്. അച്ഛൻ അരി മേടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. എന്നെ ഇന്നലെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അരി കഴിയാറായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ പൊന്നൂസിനെയും കൂടെ കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് അച്ഛൻ വന്നത്. കഴിക്കാനൊന്നും നിൽക്കില്ല. അപ്പോൾ എന്നാലും ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ച് കൊടുത്തു അച്ഛന്. അതിനുശേഷം നമ്മൾ 2 വാഴയ്ക്ക ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് മുറിച്ചതാണ്. അപ്പോഴേക്കും അച്ഛൻ പിന്നെ നിന്നില്ല, പോകണമെന്ന് പറഞ്ഞു. മഴയില്ലാത്ത സമയം നോക്കിയിട്ട് അച്ഛൻ ഇറങ്ങി. അച്ഛൻ എപ്പോൾ വന്നാലും കഴിക്കാനൊന്നും നിൽക്കാറില്ല, ചായ എന്തെങ്കിലും കുടിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോവും. അപ്പോൾ അതിന് ശേഷം എന്താ വന്നിട്ട് ആ വാഴയ്ക്കനെ നമ്മൾ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പൊന്നൂസ് ഇവിടെ എൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അമ്മ പറഞ്ഞിട്ട് കൂടെ തന്നെ നിൽക്കുകയാണ്. വഴുതനങ്ങ മുറിച്ചതും മസാലയൊക്കെ പുരട്ടി തന്നതും പൊന്നൂസ് തന്നെയാണ്. അപ്പോൾ വാഴയ്ക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് കടുക് താളിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് പഴുപ്പ് തട്ടിയൊരു വാഴയ്ക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നി കേട്ടോ. ഇന്നലെ വരെ സാമ്പാറായിരുന്നു. അപ്പോൾ ഇന്ന് ആർക്കും പരിപ്പിട്ട കറി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എന്നാൽ പിന്നെ മോര് താളിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് താളിക്കാനായിട്ട് വെക്കുകയാണ്. കടുകും ചെറിയുള്ളിയും പച്ചമുളകും വറ്റൽമുളകും ഉലുവയും എല്ലാം താളിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലടിച്ച് തൈര് കൂടെ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾ പൊടി കുറച്ച് പോരാന്ന് തോന്നി, 2ാം തവണയും കുറച്ച് മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനോട്ടനും കൂടെ കഴിക്കാനിരുന്നു. അപ്പോൾ വരുമാനമില്ലാത്ത ഞങ്ങളുടെ ഞായറാഴ്ച ഇങ്ങനെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.